ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി ഇതിൽ നിന്നും വരുമാനമെല്ലാം നേടാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഒരു ഗൂഗിൾ അക്കൗണ്ട് എല്ലാം ഉള്ളവർക്ക്, അതായത് ഒരു ജിമെയിൽ ഐ ഡി എല്ലാം ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജിമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചാനലെല്ലാം തുടങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ച് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് എല്ലാം ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ഐ ഡി എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതായത് നിങ്ങളുടെ പേരിന് താഴെയായി ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ആദ്യമായി നമ്മുടെ നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ ചാനൽ നെയിം എല്ലാം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹാൻഡിൽ നെയിം കൂടി നിങ്ങൾക്ക് വരും. അതായത് നമ്മുടെ ചാനലിന് യുണീക്കായ ഒരു നെയിം കൂടി വരുന്നതാണ് ഈ ഹാൻഡിൽ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്നത് ഹാൻഡിൽ നെയിം ഇത് അവൈലബിൾ ആണോ എനിക്ക് വേണ്ട ചാനൽ നെയിമിൽ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ചാനൽ നെയിം എല്ലാം കൊടുക്കും. ഇപ്പോൾ നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് ഇവിടെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിവേദ് ആക്കപ്പറമ്പിൽ -J71 എന്നെല്ലാമാണ് ഹാൻഡിൽ നെയിം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്കൊരു യുണീക്ക് ഹാൻഡിൽ നെയിം എല്ലാം കിട്ടണമെങ്കിൽ അത് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. മറ്റുള്ളവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽ നെയിം നമുക്ക് കിട്ടുകയില്ല. അതിനാൽ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം ഈ ഒരു ചാനലിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മല്ലു ടക്കി ബോയ് എന്നാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ നമുക്കൊരു ഹാൻഡിൽ നെയിം എല്ലാം കിട്ടുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നെയിം നമുക്ക് കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് സേവ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നെയിം എന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് മല്ലു ടക്കി ബോയ് എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സേവ് എന്ന് നമ്മൾ വീണ്ടും കൊടുക്കാം. ഇനി നമുക്ക് ക്രിയേറ്റ് എ ചാനൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ചാനലെല്ലാം ക്രിയേറ്റ് ആകും. അതിനു മുമ്പായി ഇവിടെ പ്രൊഫൈൽ പിക്ചർ എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി നിങ്ങൾ ഒരു പിക്ചർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു പിക്ചർ എല്ലാം ഇവിടെ ടാപ്പ് ചെയ്ത് ഗാലറിയിൽ പോയി ഇതെല്ലാം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പിക്ചർ ഒന്നും ഇല്ല എങ്കിൽ ഇത് പിന്നീട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അതിനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് ക്രിയേറ്റ് ചാനൽ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ വന്നിട്ടുണ്ട് ചാനൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് കാണാം മല്ലു ടക്കി ബോയ് എന്ന ഒരു ചാനൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ചാനലെല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വ്യൂ ചാനൽ എന്നതിൽ പോയാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് വേണ്ട പേരൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെറ്റ AI എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഇവിടെ പ്ലീസ് ഗിവ് മീ 50 ചാനൽ നെയിം ഐഡിയാസ് ഫോർ എ ടെക് മലയാളം യൂട്യൂബ് ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 50 യൂട്യൂബ് ചാനലിൻ്റെ നെയിം എല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ടെക് മലയാളം, മലയാളം ടെക്, ടെക് ട്രെൻഡ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു AI ടൂൾ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നെയിം എല്ലാം കണ്ടുപിടിക്കാനെല്ലാം സാധിക്കും. അതുപോലെ ഈ ഒരു ചാനൽ നെയിം ഇത് നിങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ അല്ല എങ്കിൽ, അതായത് യുണീക്കായ ഒരു നെയിം എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചാനൽ നെയിമാണ് കൊടുക്കേണ്ടത് എന്നറിയാത്തവർക്കെല്ലാം ഈ ഒരു AI ടൂൾ എല്ലാം യൂസ് ചെയ്ത് നല്ല ചാനൽ നെയിം എല്ലാം കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഈ ഒരു ചാനൽ ഇത് നമുക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഒരു YT സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്യണം. ഇത്തരത്തിൽ ഈ YT സ്റ്റുഡിയോ എന്നത് ഇത് നമ്മുടെ അനലിറ്റിക്സ് എല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് അതുപോലെ എഡിറ്റ് ചെയ്യുന്നതിന് കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മല്ലു ടെക്കി ബോയ് എന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പെൻസിൽ ഐക്കണെല്ലാം ലഭിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് ഈ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ചാനൽ ബാനർ, അതുപോലെ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ പിക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഇവിടേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ചാനൽ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് എല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം കൊടുത്തതിന് ശേഷം ഇത് സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യമായി നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു പ്രൊഫൈൽ പിക്ചർ എല്ലാമാണ്. പ്രൊഫൈൽ പിക്ചർ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യം പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ബ്ലാങ്ക് എന്നതിൽ പോയതിന് ശേഷം ഇവിടെ ടൂൾസ് എന്നതിൽ പോയി ക്രോപ്പ് എന്ന് കൊടുത്തതിന് ശേഷം സ്ക്വയർ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് ഈ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ എല്ലാം വരുന്നത്. അതിനുശേഷം അപ്ലൈ എന്ന് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്നും ഒരു ഫോട്ടോ എല്ലാം ആഡ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് എൻലാർജ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇത് എൻലാർജ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി എല്ലാം വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് കുറച്ച് എഫക്ട്സ് എല്ലാം കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ പിക്സാർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ എഫക്ട്സ് എന്നതിൽ പോയതിന് ശേഷം ഇവിടെ നിന്ന് നല്ലൊരു എഫക്ട്സ് എല്ലാം ഇതിന് സെറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എഫക്ട്സ് എല്ലാം ഇതിലേക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും നല്ലതായി തോന്നുന്നത് അതെല്ലാം നിങ്ങൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് കുറച്ച് നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്നും ഈ ഒരു പിക്ചറെല്ലാം അല്ലെങ്കിൽ ഈ ഒരു എഫക്ട്സ് എല്ലാം സേവ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ അപ്ലൈ എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫോണ്ട് എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എന്നതിൽ പോയി ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നെയിം എല്ലാമാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇത്തരത്തിൽ മല്ലു ടെക്കി ബോയ് എന്ന് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന് എഫക്ട്സ് എല്ലാം കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്, സ്റ്റൈൽസ് എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഈ ഒരു സ്റ്റൈലെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അപ്ലൈ എന്ന് കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ഇത് സേവ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ ഇത് നമ്മുടെ ഈ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം ഇവിടെ പ്രൊഫൈൽ പിക്ചറായി സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് എന്നതിൽ പോയി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പിക്ചർ നമ്മൾ ഇവിടെ സേവ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ മല്ലു ടെക്കി ബോയ് എന്ന നമ്മുടെ ഈ ഒരു ചാനലിന് ഒരു പ്രൊഫൈൽ പിക്ചർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു ചാനൽ ബാനർ എല്ലാമാണ്. ഈ ചാനൽ ബാനറും സെറ്റ് ചെയ്യുന്നതിന് ഞാൻ ഇവിടെ പിക്സാർട്ടിൽ ഇത് കിട്ടുമോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പിക്സാർട്ട് മാത്രമല്ല ക്യാൻവ, അതുപോലെ പിക്സൽ ലാബ്, ഇൻഷോട്ട്, ഇങ്ങനെ ഒരുപാട് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിനായി യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ചാനൽ ബാനർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചാനൽ ബാനറിന് പറ്റുന്ന കുറേ ഇമേജസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട നമ്മുടെ ഫോട്ടോസ് അതുപോലെ ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ചാനൽ ബാനർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിൽ വരുന്നില്ല. അതിനാൽ തന്നെ ഞാൻ ഇനി ഇവിടെ അഡോബിൻ്റെ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിലേതെങ്കിലും ചാനൽ ബാനർ എല്ലാം കിട്ടുമോ എന്ന്. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി അഡോബ് എക്സ്പ്രസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സെർച്ച് എന്നതിൽ പോയതിന് ശേഷം യൂട്യൂബ് ചാനൽ ബാനർ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അത് നിങ്ങളുടെ ചാനലിൻ്റെ ബാനറായി എല്ലാം വളരെ ഈസിയായി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫോട്ടോ എല്ലാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് കസ്റ്റമൈസ് ടെംപ്ലേറ്റ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ടെംപ്ലേറ്റ് ആക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായി ഈ താഴെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ മുകളിലത്തെ ഈ ഒരു ടെക്സ്റ്റ് എല്ലാം മാറ്റുകയാണ്. ഇത്തരത്തിൽ ഞാനിവിടെ മല്ലു ടെക്കി ബോയ് എന്ന് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഇതിന് താഴെ വന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് കൂടി നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ എഡിറ്റ് ടെക്സ്റ്റ് എന്നതിൽ പോയതിനു ശേഷം ഇപ്പോൾ MTB എന്നാണ് കൊടുക്കുന്നത്. അതായത് മല്ലു ടക്കി ബോയ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് MTB എന്നത്. അപ്പോൾ ഈ MTB എന്ന് ഇവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് @ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അവിടെ ഞാൻ വീണ്ടും നമ്മുടെ ഹാൻഡിൽ നെയിം എല്ലാം കൊടുക്കുന്നുണ്ട്. അതായത് @ മല്ലു ടക്കി ബോയ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഇതും സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഓക്കെ എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ ഒരു ചാനൽ ബാനർ എല്ലാമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് ഇത് നമ്മുടെ ചാനലിലേക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഇത് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടി വരും. അതായത് കറക്റ്റായി നമ്മുടെ ചാനൽ ബാനർ ഇവിടേക്ക് കാണിക്കുന്നില്ല എങ്കിൽ ഇതിൻ്റെ സൈസ് എല്ലാം ചെറുതാക്കേണ്ടി എല്ലാം വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. അതിനായി ഞാൻ വീണ്ടും ഇവിടെ YT സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം ചാനൽ ബാനർ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ചൂസ് ഫ്രം ഗാലറി എന്ന് സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത് കുറച്ച് വലുതായാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഓരോ ഭാഗവും സെലക്ട് ചെയ്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ സെൻട്രലായി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് കുറച്ച് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കറക്റ്റായി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടി ഇത് ചെറുതാക്കിയിട്ടുണ്ട്. കാരണം ഇത് കറക്റ്റായി വരുമോ എന്നറിയില്ല. അതിനാൽ തന്നെ ഇതിൻ്റെ സൈസ് എല്ലാം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫയൽ ഇനി വീണ്ടും സേവ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇത് സേവ് ചെയ്തതിന് ശേഷം ഇനിയും നമുക്കിത് കറക്റ്റ് ആകുന്നില്ല എങ്കിൽ മാനുവലായി നമ്മൾ ഇതുപോലെ വീണ്ടും ഇതിൻ്റെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ പോയതിന് ശേഷം ഇവിടെ ചാനൽ ബാനറിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഫ്രം ഗാലറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കറക്റ്റായി ഇവിടെ ഫില്ലാകുന്നില്ല. അതായത് ഇവിടെ മുകളിലേക്ക് കുറച്ച് ഭാഗമെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾ ഡിവൈസ് എന്നതിൽ ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ വീണ്ടും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പരമാവധി ഒന്നുകൂടി ചെറുതാക്കുക. ഇനി നമുക്ക് ഈ ഒരു കാര്യം കൂടി ഇതിനനുസരിച്ച് ചെറുതാക്കി ഇത് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇത് ഈ ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിനാൽ തന്നെ ഞാൻ ഇത് സെൻറ്ററിലേക്ക് വരുത്തുകയാണ്. ഇത്തരത്തിൽ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി വീണ്ടും ഞാൻ ഇത് സേവ് എന്ന് കൊടുക്കുകയാണ്. പുതിയ ഒരു ഫയലെല്ലാം വീണ്ടും സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല ഫോർമാറ്റുകളും കറക്റ്റായി നമുക്ക് ഇത് സെറ്റാകുന്ന ഒരു കാര്യമായിരിക്കില്ല. അതിനാൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തതിന് ശേഷം ഏതാണ് ഇതിൽ കറക്റ്റാകുന്നത് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മല്ലു ടക്കി ബോയ് എന്നത് ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. അതായത് ഓൾ ഡിവൈസ് എന്ന ഈ ഒരു പോർഷനുള്ളിൽ കറക്റ്റായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് ഇനി ഇവിടെ സേവ് എന്ന് കൊടുത്താൽ നമുക്കത് ഇവിടേക്ക് റിഫ്ലക്റ്റ് ആയി വരുന്നത് കാണാം. നമുക്ക് കുറച്ച് നേരം ഇതിനായി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാണാം ചാനൽ ബാനർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി മല്ലു ടക്കി ബോയ്. അതുപോലെ അതിന് താഴെയായി MTB എന്ന് കൂടി വന്നിട്ടുണ്ട്. @ മല്ലു ടക്കി ബോയ് എന്നാണ് നമ്മുടെ ഈ ഒരു ചാനലിന് കൊടുത്തിരിക്കുന്ന ബാനർ. അപ്പോൾ ഈ ഒരു ചാനൽ ഇത് നമ്മുടെ 4ാമത്തെ ചാനലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ മല്ലു ടക്കി ബോയ് എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമ്മൾ കൊടുക്കുന്നത് ഒരു ചാനൽ ഡിസ്ക്രിപ്ഷൻ എല്ലാമാണ്. ചാനൽ ഡിസ്ക്രിപ്ഷന് വേണ്ടിയും നിങ്ങൾക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഇതുപോലെ മെറ്റ AI യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പോൾ നമുക്ക് മെറ്റ AI ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഈ മെറ്റ AI എന്നതിൽ പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ പ്ലീസ് ഗീവ് മീ എ ചാനൽ ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ യൂട്യൂബ് ചാനൽ മല്ലു ടക്കി ബോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെൽക്കം ടു മല്ലു ടക്കി ബോയ്, യുവർ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ തിങ്സ് ടെക് ഇൻ മലയാളം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം നിങ്ങളുടെ ചാനലിന് നിങ്ങൾക്ക് സ്യൂട്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നിന്നും അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ ചാനലിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ചാനൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ ലിങ്ക്സ് എന്നതിൽ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ID എല്ലാമാണ് കൊടുക്കുന്നത്. ടൈറ്റിൽ എന്ന ഭാഗത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം URL ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ instagram.com/നിവേദ് എന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എല്ലാം വരുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ കൊടുത്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സേവ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് താഴെയായി ഹോം ടാബ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹോം ടാബ് ഇത് ഷോ യുവർ ചാനൽ ഹോം ടാബ് ടു ഹൈലൈറ്റ് ആൻഡ് ഷോക്കേസ് കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എനേബിൾ ചെയ്ത് വെക്കാം. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചാനൽ സെറ്റിംഗ് എല്ലാമാണ്. എങ്ങനെയാണ് ചാനൽ സെറ്റിംഗ് എല്ലാം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിനാൽ തന്നെ ചാനൽ സെറ്റിംഗ്സ് എന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക. ഇത്തരത്തിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ചാനലിന് കീവേഡ് കൊടുക്കേണ്ടത്, അതുപോലെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്യണം, ചാനൽ കാറ്റഗറി എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതെല്ലാം കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്